ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. മാതൃകാ മഹല്ലിനെ കുറിച്ചുള്ള സംസാരങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മഹല്ല് ഉണ്ടാകുന്നത് കുറെ വീടുകൾ ഉണ്ടാകുമ്പോഴാണ്. ആ വീടുകൾ നമ്മുടെ താമസത്തിന് വേണ്ടി നമ്മൾ ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദകളും നിയമങ്ങളും നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. അള്ളാഹുവെ അനുഗ്രഹിക്കാൻ. വീട് നമ്മുടെ സ്വപ്നമാണ്. ലോകത്ത് വലിയ 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 രാജാക്കന്മാരും നേതാക്കന്മാരും മന്ത്രിമാരും അധികവും താമസിക്കുന്നത് സ്വന്തം വീട്ടിലല്ല. നബിമാരാരും തന്നെ സ്വന്തം വീട്ടിൽ കിടന്ന് മരിച്ചിട്ടില്ല. ഒക്കെ നാട് വിടേണ്ടി വന്നവരാണ്. ഗൾഫിലേക്കല്ല, നാട് കടത്തപ്പെട്ടതല്ല, പോകേണ്ടി വന്നതാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ശത്രുക്കളുടെ സമ്മർദ്ദം അങ്ങനെയാണ്. അപ്പൊ വീട് സ്വന്തം ആധാരം തന്നെയാകണമെന്ന് നിർബന്ധമില്ലാത്ത രീതിയിലാകണം മനസ്സ്. വാടക വീടായാലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും വാടക വീടായാലും സ്വന്തം വീടായാലും ശരി, അവിടെ ഇസ്ലാം മതമാണ് വിളയാടുന്നത്. സ്നേഹമാണ്, സന്തോഷമാണ്, ബഹുമാനമാണ്, വാത്സല്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീടിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ചൂടും തണുപ്പും സംരക്ഷിക്കുന്ന വീടുകൾ, കൂടാരങ്ങളെ കുറിച്ച്, ഓരോ സ്ഥലത്തേക്കും കൊണ്ടുപോകുന്ന ടെന്റുകളെ കുറിച്ച് ഒക്കെ ഖുർആനിൽ വന്നു. സൂറത്ത് തൗബ 24-ാമത്തെ ആയത്തിൽ അതിനേക്കാൾ നല്ലത് പരലോകമാണെന്ന് പറയുന്നിടത്ത് മസാകിന തർദൗനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീടുകൾ എന്ന് പറഞ്ഞു. സ്ഥലം വാങ്ങുമ്പോൾ, വീട് വെക്കാൻ തുടങ്ങുമ്പോൾ, വീട് പണി നടക്കുമ്പോൾ, അതിന്റെ അവസാനമാകുമ്പോൾ, താമസം ആരംഭിക്കുമ്പോൾ ഒക്കെ ആവേശവും ഉന്മേഷവും സന്തോഷവും. പലരും വീട് കാണിക്കാൻ തത്രപ്പെടുന്നു, റൂമുകളൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ സന്തോഷമാണ്. ചിലപ്പോ ചില ആളുകൾക്ക് വീടുകൾ അതൊരു ജയിലറ മാതിരി തോന്നുന്നു. സന്തോഷം നഷ്ടപ്പെടുന്നു, വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ലാതെ വീടോ എന്ന് പറഞ്ഞ് ദേഷ്യം പിടിക്കുന്നു. രാത്രി അവസാനത്തെ വാഹനം പോയി മീൻ തിന്നാൻ വന്നിരുന്ന ജാവാലിപ്പട്ടികളും പൂച്ചക്കുട്ടികളും ഒക്കെ മാർക്കറ്റിൽ നിന്ന് പോയി. അവിടെ അതാ കൂടിയിരിക്കുന്നു വീട്ടുകാരൻ. പോകുന്നില്ലേ? പോണം. ചെന്ന് വാതിൽ മെല്ലെ കുത്തി വിളിച്ച് അവിടെ തണുത്തു പറഞ്ഞ് കിടക്കുന്ന ഭക്ഷണം കഴിച്ച് ഒരു കിടക്കയുടെ മൂലയിൽ കടന്നുപോയി ഉറങ്ങുന്ന ആണുങ്ങൾ, അതേ സാഹചര്യത്തിൽ തണുത്തു പറഞ്ഞിരിച്ചു പോയ പെണ്ണുങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ചില ചെറുപ്പക്കാർ ഓവാരത്തിൽ കടത്തിണ്ണയിൽ നഗരങ്ങൾക്കപ്പുറത്ത് അല്ലെങ്കിൽ നഗരങ്ങളുടെ ഉള്ളിൽ പാർക്കുകളിലൊക്കെ കിടന്നുറങ്ങേണ്ട സമയം ചിലവഴിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നു. ഇങ്ങനെയല്ല, നമ്മുടെ വീടൊരു സ്വർഗമാകണം. വീടിന്റെ അകത്തളവും പുറത്തളവും ഒക്കെ ഗംഭീരമാകണം. മസാകിന തർദൗനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീടുകൾ എന്ന് പറഞ്ഞത് ആ ഇഷ്ടവും ആ തൃപ്തിയും മരണം വരെ നിലനിൽക്കണം. അതിന് വീട്ടുകാരെല്ലാവരും റെഡിയാകണം. അല്ലാഹുവേ അനുഗ്രഹിക്കണം. ഒന്ന്, നല്ല വീട് ആകാം, നല്ല വീട് വെക്കാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മുസ്ലിമിലെ 91-ാമത്തെ ഹദീസ്, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു സുന്ദരനാണ്, അല്ലാഹു സൗന്ദര്യം ഇഷ്ടപ്പെടും. എപ്പോഴാ പറഞ്ഞത്? അണു അളവ് അഹന്ത ഉള്ളവൻ, കൽബിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ശ്രദ്ധിക്കുക.
പൊങ്ങച്ചത്തിന്റെ ജാടയുടെ അഹങ്കാരത്തിന്റെ വമ്പിന്റെ വീമ്പിന്റെ വാക്കോ നോട്ടമോ സൂചനയോ ഒന്നും ആവശ്യമില്ല. ഒന്നും ഇവിടെ സ്ഥായിയല്ല. നമുക്ക് അഹങ്കരിച്ചിട്ടൊന്നും കിട്ടാനുമില്ല. മക്കളുടെ പേരിലോ വീടിന്റെ പേരിലോ ശമ്പളത്തിന്റെയോ സൗന്ദര്യത്തിന്റെയോ അധികാരത്തിന്റെയോ പേരിലോ ഒന്നും തന്നെയാ ആരോടും ഒന്നും പറയണ്ട. ആളുകൾക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അറിയുന്നതന്നെ പറഞ്ഞ് പെരുപ്പിച്ചിക്കേണ്ട ആവശ്യമില്ല. ഉള്ളതിനേക്കാളേറെ കൂട്ടേണ്ടതില്ല. താഴ്മയാണ് നമുക്ക് വേണ്ടത്. ശരി. എന്നാൽ അണുവളവ് അഹങ്കാരം മനസ്സിലുള്ളവൻ സ്വർഗത്തിൽ പോകൂല എന്ന് പറഞ്ഞപ്പോ ചോദിക്കുകയാണ്, തന്റെ വസ്ത്രവും തന്റെ ചെരുപ്പും ഒക്കെ നല്ലതാകണം ഒരാൾ ആഗ്രഹിക്കുന്നു, അത് അഹന്തയാകുന്നു? ഇല്ല. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു സുന്ദരനാണ്, അവൻ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നു. അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൗന്ദര്യം ഇസ്ലാമിന്റെ വേഷം ഒഴിവാക്കിക്കൊണ്ടാവില്ല എന്നത് വ്യക്തമാണ്. അള്ളാഹു കൽപ്പിച്ച, റസൂൽ കൽപ്പിച്ച അടിസ്ഥാനത്തിലുള്ള നല്ല സൗന്ദര്യമാണ്. ശരി. അപ്പോ സത്യത്തെ അവഗണിക്കലും ജനങ്ങളുടെ നേരെ മുഖം ചുളിക്കലുമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പൊ നല്ല വീടുണ്ടാക്കുമ്പോ ശ്രദ്ധിക്കാവുന്നതാണ്. സൗന്ദര്യം ആകാം. നല്ല വസ്ത്രം ധരിക്കണമെങ്കിൽ നല്ല കാശ് കൊടുക്കണം. നല്ല ചെരുപ്പണിയാണെങ്കിൽ നല്ല കാശ് കൊടുക്കണം, അല്ലേ? അത് ഇസ്ലാം അംഗീകരിക്കുന്നു. ശരി. നമുക്കെത്ര റൂം വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു. മുസ്ലിമിലെ 2084 ഹദീസ്, ഫിറാസുൽ ലക അല്ലെങ്കിൽ ഫിറാസുൽ റജുലി, നിങ്ങൾക്കൊരു വിരി, ഫിറാസുൽ അൽ മർഅതി, എനക്കൊരു വിരി, ഫിറാസുൽ ലൈഹി, വിരുന്നുകാർക്ക് ഒരു വിരി, വറാബിഉൽ ശൈത്താൻ, നാലാമത്തേത് ചെകുത്താൻ. നാലാമത്തെ റൂം അല്ലെങ്കിൽ നാലാമത്തെ വിരി അത് ചെകുത്താൻ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ വീട് എന്ന് ചിന്തിക്കുക. ഇനി വീടുണ്ടാക്കുന്നവരോട് ഈ സംഗതിയൊന്നും പറഞ്ഞു കൊടുക്കും. നാലാമത്തേത്, 4 എന്നത് ആ നമ്പർ അല്ല. 1 ഒരു ഭാര്യ ഉള്ളെങ്കിൽ ഒരു റൂം മതിയാവും. മക്കൾ കൂടുതൽ ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് റൂം വേണ്ടി വരും. എപ്പോഴും 2, 3, 4 വിരുന്നുകാരൊക്കെ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് റൂം വേണ്ടി. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വീടുണ്ടാക്കണം. നിങ്ങളെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ വിരുന്നുകാർക്ക് വേണ്ടി. ആള് കാണാനുള്ള ഒന്നും അതിൽ ആവശ്യമില്ല. ഷോക്ക് വേണ്ടിയുള്ള ഷോവാളും മറ്റൊന്നും അത്യാവശ്യമല്ല. സൗന്ദര്യമാകാമെന്ന് പറഞ്ഞത് നമ്മുടെ കാഴ്ചക്കാർക്കും തന്നെ ഒരു മിതമായ രീതിയിലുള്ള സൗന്ദര്യം. അഹങ്കാരത്തിന്റെ അണുവളവ് ഉണ്ടായാൽ സ്വർഗത്ത് പോകൂല എന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കുക. ഇനിയും ആ വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മനുഷ്യന്റെ സൗഭാഗ്യം 3 എണ്ണത്തിലാണ്. 1 നല്ല വീണ, 2 നല്ല ഒരു വാഹനം, 3 നല്ല ഒരു പാർപ്പിടം. ഇമാം അഹ്മദിന്റെ 1445. ഇത് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ അതിൽ ഒന്ന് വിശദീകരിച്ചാൽ മതി. നല്ല ഇണ എന്ന് പറഞ്ഞാൽ എന്താ? പണക്കാരിയായ ഇണ എന്നർത്ഥമുണ്ടാവോ? അത് എല്ലാവരും ഇല്ല. നല്ല ഇണയുടെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ അനുസരിക്കും. സ്ഥലത്തില്ലെങ്കിൽ ഉള്ളതുപോലെയെല്ലാം സൂക്ഷിക്കും. നോക്കുമ്പോൾ തന്നെ സന്തോഷമുണ്ടാകും. അതാണ്. അപ്പൊ നല്ല വീട് എന്ന് പറയുമ്പോൾ ആ നിലക്കുള്ള ലക്ഷണമൊത്ത സൗകര്യങ്ങളും സമാധാനവും എല്ലാം നൽകുന്ന വീട്. നല്ല വാഹനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വില കൂടിയ കോടികളുടെ വാഹനം തന്നെ ആലോചിക്കേണ്ടതുണ്ടോ? ഇല്ല. പിന്നെയോ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളും നിറവേറാൻ സഹായിക്കുന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളും നിറവേറാൻ സഹായിക്കുന്ന, വഴിയിൽ വെച്ച് നമ്മളിട്ട് പോകാത്ത വണ്ടി കേടുപാടൊക്കെ നമ്മൾ ചെയ്തു തീർക്കുക. എല്ലാം റസൂൽ ഇത് പറയുമ്പോൾ അവിടെ ഒട്ടകവും കഴുതയും കുതിരയുമാണുള്ളത് എന്ന് നമ്മൾ ഓർക്കണം. ആ
ആ രീതിയിൽ നല്ല രീതിയിലുള്ളൊരു വാഹനം. എന്നിട്ട് പറഞ്ഞു വൽ മസ്കൻ അൽ വാസി അല്ലെങ്കിൽ വൽ മസ്കൻ സ്വാലിഹ്, നല്ല വീട്, നല്ല വീട്. ഇതാണ് മനുഷ്യന്റെ സൗഭാഗ്യം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ സൗഭാഗ്യം നൽകുന്ന വീട് ആണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. മനസ്സും അന്തരീക്ഷവും നന്നായാൽ ആണ് വീടിന് വലുപ്പമുണ്ടാകുക. റസൂലുള്ളാഹിയോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് മൻ നജാത്ത്, എന്താണ് രക്ഷാമാർഗം, രക്ഷ എന്താണ്? അവർ കരുതുന്നു അംസിക അലൈക ലിസാനക, നാവ് നിയന്ത്രിക്കും, വൽ യസ്അക ബൈതുക, നിനക്ക് വീട് വിശാലമാകട്ടെ. നാവ് നിയന്ത്രിച്ചാൽ ഏത് കുടിലും കൊട്ടാരം പോലെയാണ്. നാവ് നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ഏത് ബംഗ്ലാവും കൊട്ടാരം ഇടുങ്ങിയ ഇടവഴികളും നടവാഴികളും ഇടനാഴികകളും ഇരുണ്ട ചുറ്റുപാടുമായി മാറും, നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് നല്ല വീടിന്റെ നിർമ്മാണത്തിന് ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, മക്കള്, കുട്ടുകുടുംബാദികൾ എല്ലാം വേണ്ടതാണ്. ആ കൂട്ടത്തിൽ വിശാലത വീടിന് ഉണ്ടാകണം. 4 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിങ്ങൾ മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ കിബിലക്ക് നേരെയോ കിബിലക്കെതിരോ ആകരുത് എന്ന് ബുഖാരിയിലെ 3942 ഹദീസ്. അത് ബാത്റൂം ആകുമ്പോൾ ചുമരുണ്ടാകുമ്പോൾ അത് നിയമമല്ല. എങ്കിലും എവിടെയും കിബിലക്ക് നേരെയോ എതിരോ ആകാതിരിക്കലാണ് നല്ലത്. ഇവിടെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഉള്ളത് പൊളിച്ചു മാറ്റേണ്ട വിഷയമൊന്നുമില്ല. വെളിച്ചിരിക്കുമ്പോഴാണ് ഈ നിയമം ബാധകമാകുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വെളിച്ചിരിക്കലാണ്, പറമ്പിലേക്ക് പോകലാണ്. അപ്പോഴാണ് ഇത് പ്രധാനമായി നിയമമാകുന്നത്. മുന്നിൽ ചുമരുണ്ടാകുമ്പോൾ ഈ നിയമം ബാധകമല്ല. എങ്കിലും ഉണ്ടാക്കുമ്പോൾ അതും ഇതിന്റെ മര്യാദയിൽപ്പെട്ടതാണ്, നിയമത്തിൽപ്പെട്ടതല്ല. 5, നമ്മുടെ വീട്ടിൽ ചിത്രങ്ങൾ ഉണ്ടാകരുത്. നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി സൂറത്തി ഫിൽ ബൈത്തി, അബൂദാവൂദിലെ 1000, തിർമിദിയിലെ 1749 ഹദീസ്. ചിത്രങ്ങൾ എന്നതിൽ 1 ഫോട്ടോകൾ, 2 രൂപങ്ങൾ, ബിംബങ്ങൾ, അതെല്ലാം ഉൾപ്പെടും. കളിക്കോപ്പുകളാണെങ്കിൽ ഒരു ജീവിയുടെ മുഴുവൻ രൂപം ഉണ്ടാകരുത് എന്ന് പ്രത്യേകം ഉണ്ട്. മുഴുവൻ രൂപമല്ലെങ്കിൽ പ്രശ്നമല്ല. സഹാബത്തൊക്കെ ചെയ്യാറുള്ളത് അതിന്റെ തലയും മുഴുവൻ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്ന കളിക്കോപ്പുകളൊക്കെ സമയം കഴിഞ്ഞാൽ ഉറങ്ങാൻ നേരത്ത് ഒരു സ്ഥലത്തേക്ക് മാറ്റി ഒന്ന് മൂടി വെക്കണം. ഇതില് പ്രതിമകള്, ചിത്രങ്ങള് ഒക്കെ പ്രദർശിപ്പിക്കുന്നത് വളരെ വലിയ കുറ്റമായി ഇസ്ലാം കാണുന്നുണ്ട്. നമ്മുടെ വലിയാപ്പാന്റെയും വല്യപ്പാന്റെയും പേരക്കുട്ടികളുടെയും ഫോട്ടോ ഒന്നും ചുമരുന്ന വെച്ചിട്ട് നമ്മള് വിഷമുണ്ടാക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത് മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്നാണ്. മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന ആയിഷ റളിയല്ലാഹു അൻഹ ഒരു വിരി തൂക്കിയിരുന്നു. ചുമരിന് പകരം വിരിയാണ്. വിരി നിലത്തിടാൻ ഉപയോഗിക്കും, അതിന് ഒരു കൊളുത്തുണ്ടാകും, അത് കെട്ടിത്തൂക്കാൻ ഉപയോഗിക്കും. നിലത്ത് നിസ്കാരത്തിനും ഉപയോഗിക്കും, ചുമരായിട്ട് ഉപയോഗിക്കും. അതിന് ദുർനോക്ക് എന്ന് പറയും. 1955 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതില് ചില ചിത്രങ്ങൾ ഉണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാറ്റാൻ പറഞ്ഞു. നിസ്കരിക്കാൻ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിലെ ശ്രദ്ധ താളിപ്പോയി എന്ന് റസൂൽ പറഞ്ഞു. മാറ്റി എന്ന് റസൂലുള്ള തന്നെ പറഞ്ഞു. ഇപ്പൊ ഞാൻ നിസ്കരിച്ചപ്പോ അതിന്റെ ശ്രദ്ധ കളഞ്ഞു എന്ന്. അപ്പൊ ചിത്രപ്പണികൾ ഉള്ളത് മുസല്ലയായിട്ട് ഉപയോഗിക്കരുത്. ചില ആളുകളൊക്കെ മയിൽപീലി, വിടർന്നു നിൽക്കുന്ന മയിൽപീലിയുടെ വലിയ വിരിപ്പും അതുപോലെ മുസല്ലയും ഒക്കെ മസ്ജിദിലടക്കം വിരിച്ചത് കാണാം. അതൊക്കെ നമുക്ക് ഒഴിവാണ്.
അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം ഇന്ന സമയത്ത് വരാമെന്ന് പറഞ്ഞു. താമസിച്ചു, കാരണം കാണുന്നില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ ജിബ്രീൽ അവിടെ വന്നു. അപ്പൊ ചോദിച്ചു, എന്താണ് നിങ്ങൾ വരാതിരുന്നത്? അപ്പോൾ അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് അരുളി, ഇന്നാ ലാ നദ്ഖുലു ബൈതൻ ഫീഹി സൂറത്തുൻ വലാ കൽബുൻ. ഫോട്ടോയോ അല്ലെങ്കിൽ ചിത്രമോ നായയോ ഉള്ള വീട്ടിൽ ഞങ്ങൾ പ്രവേശിക്കാറില്ല. ബുഖാരി 5906. മരണത്തിന്റെ മലക്കിൽ ഇതൊന്നും ബാധകമല്ല. മരണത്തിന്റെ മലക്കുകൾക്ക് ഇത് ബാധകമല്ല. ശിക്ഷയുടെ മലക്കുകൾ പലകാലത്തും രാജ്യങ്ങളിൽ വന്നിട്ടുണ്ട്. അതൊന്നും ബാധകമല്ല. ശരി. ബുഖാരിയിലെ 5982 ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ലം യകുൻ യദ്റുകു ഫീ ബൈതിഹി ശൈഅൻ ഫീഹി തസാലി. രൂപങ്ങളുള്ള, ചിത്രങ്ങളുള്ള ഏതൊരു വസ്തുവും നബിയുടെ വെറുതെ വിടില്ല. ഇല്ല നഖ്സഹു, അതിന് കുറവ് വരുത്തിയിട്ടല്ലാതെ. അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഞെളുക്കുക, അതിന്റെ ആ പ്രധാനപ്പെട്ട കാണുന്ന ഭാഗത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തി ചെയ്യാതിരിക്കാറില്ല. 6. അള്ളാഹുവിന്റെ അടിമകളുടെ സ്വഭാവം എന്താണെന്ന് സൂറത്തുൽ ഫുർഖാനിൽ ഇബാദുർ റഹ്മാൻ പറയുന്നത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതിൽ 67-ാമത്തെ ആയത്ത്, ചെലവാക്കുകയാണെങ്കിൽ ലം യുസ്രിഫു, അമിതമാക്കൂല, വലം യഖ്തുറു, പിശുക്കും കാണിക്കൂല, വകാന ബൈന ദാലിക ഖവാമ, ഇടനിലയാണ്. പല തുകകൾ തദ്ബീറ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇസ്രായേലിൽ ദൂർത്തടിക്കരുത്, ഇന്നൽ മുബദ്ദിരീന കാനൂ യഖ്വാന ശയാത്തീൻ, ദൂർത്തടിക്കുന്നവർ ചെകുത്താന്മാരുടെ ചങ്ങാതിമാരാണ്. വീടിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതെല്ലാം പുണ്യമാണെന്ന് നമുക്കറിയാം, അല്ലെ? ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ചോറ്റുള്ള പോലും സദഖയാണ്, ദാനമാണ് എന്ന് പറഞ്ഞു. അല്ലാഹു അക്ബർ. ഇന്നൽ അബ്ദ ലയുജ്റു ഫീ നഫഖതിഹി കുല്ലിഹാ ഇല്ലാ ഫി ഖുറാൻ. ഈ വീട് നിർമ്മാണത്തിന് വേണ്ടി അത്യാവശ്യത്തിലപ്പുറം ചെലവാക്കുന്ന സംഗതികളെ കുറിച്ച് പറഞ്ഞു, അതിന് കൂലിയില്ല. അതുകൊണ്ട് ആവശ്യത്തിലപ്പുറമാകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. തിർമിദി 4283. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു മത്സര ബുദ്ധി പ്രകടമാണ്. മത്സര ബുദ്ധിയുടെ അടിസ്ഥാനം എന്താണ്? ആ വീട് കണ്ട് വരുമ്പോ ആ വീടിനെയും കൊണ്ട് നമ്മൾ മനസ്സിൽ കൊണ്ടുപോവുകയാണ്. ചിലപ്പോ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഒരു അന്തം വിടല്, നമ്മുടെ വീട്ടിൽ വരുമ്പോൾ തികയായില്ല. ആ വീട് കണ്ട് വന്ന് നോക്കുമ്പോ അതുപോലെയല്ലല്ലോ നമ്മുടെ വീട് എന്ന്. ആ വീട് വേറെ, ഈ വീട് വേറെ. ഒരുപക്ഷെ മക്കളുടെ കാര്യത്തിൽ വരെ അങ്ങനെ തോന്നലുണ്ടാകുന്നു ചിലർക്ക്. ആ വീട്ടിലെ പുരുഷനെയോ സ്ത്രീയെയോ കണ്ട് മടങ്ങി വരുമ്പോ നമ്മുടെ സ്ത്രീയെയോ പുരുഷനെയോ കാണുമ്പോ ഒരു തികയായില്ല. അതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെയുള്ള മാനസികമായ നിലവാര തകർച്ച നമുക്കുണ്ടാകരുത്. നമ്മുടെ ഭാര്യ നമ്മുടെ ഭാര്യയാണ്, ഭർത്താവ് നമ്മുടെ ഭർത്താവ്, നമ്മുടെ മകൻ നമ്മുടെ മകനാണ്. ഇത് നമ്മൾ പണ്ടും വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അല്ലെ? അതുകൊണ്ട് വീട് നിർമ്മാണ കാര്യത്തിലെ മത്സരങ്ങൾ അന്ത്യനാളിന്റെ അടയാളമായി റസൂലുള്ളാഹി പറഞ്ഞത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വീടുണ്ടാക്കുന്നതിൽ, വീട് നീക്കി വലിച്ച്, ബിൽഡിങ്ങൾ നീക്കി വലിച്ചുണ്ടാക്കുന്നതിൽ അവർ മത്സരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ബുഖാരിയിലെ 3558. ലോ വല്ലാഹി അല്ലാഹുവാണ് സത്യം, നിങ്ങൾ പട്ടിണിയാകുമെന്നതല്ല എന്റെ പേടി, നിങ്ങൾക്ക് പട്ടിണിയാകുമെന്നതല്ല പേടിക്കുന്നത്, പിന്നെയോ ദുനിയാവ് നിങ്ങൾക്ക് വിരിച്ച് പരത്തിയിടപ്പെടുമോ എന്നതാണ്. മുമ്പുള്ളവർക്ക് അങ്ങനെ വിരിച്ചിട്ട പോലെ. എന്നിട്ടെന്തായി? അവർ മത്സരിച്ചു. പൈസ ഉണ്ടായപ്പോ മറ്റുള്ളവരെക്കാൾ മേലെയാകണമെന്ന് മത്സരിച്ചു.
അങ്ങനെ നിങ്ങളും മത്സരിക്കുമെന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്. അത് നിങ്ങളെ നശിപ്പിക്കും. അഹിലക്കത്തും അവരെ നശിപ്പിച്ചതുപോലെ. വിനാശകരമാണ് മത്സരം നല്ല കാര്യത്തിലാണ്. അല്ലാഹു വരോടി, നിങ്ങൾ നല്ല കാര്യത്തിൽ മത്സരിക്കണം. സ്വതക്കയിൽ മത്സരിക്കുക, ആരാധനകളിൽ, അനുഷ്ഠാനങ്ങളിൽ, സൽക്കർമ്മങ്ങളിലൊക്കെ മത്സരിക്കുക. ഇതാണ് വേണ്ടത് എന്ന്. അപ്പോ ചുരുക്കത്തിൽ നമുക്ക് കാര്യം മനസ്സിലാവും. എന്ത്? നല്ല വീട്, ആവശ്യത്തിന് മുറികൾ, ആവശ്യത്തിന് സൗകര്യങ്ങൾ, അതെല്ലാം അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. അലങ്കാരങ്ങൾ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അത് അഹങ്കാരമാകരുത്. ഇനി കഥകളിലേക്ക്, ചരിത്രങ്ങളിലേക്ക് നമുക്ക് പോകാം. എന്താണ്? രണ്ടു തരം ചരിത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന് സൂറത്തു ഹിജ്റിൽ അല്ലാഹു അരുളുന്നു 82-ാമത്തെ ആയത്തിൽ. എന്താണ്? അവര് എന്നും നിർഭയമായി ജീവിക്കുമെന്ന നിലക്ക് അവര് പാറകൾ തുറന്ന് വീടുകൾ ഉണ്ടാക്കി, നല്ല ശക്തിയുള്ള വീടുകൾ. ഇവിടുന്ന് മരിച്ചൊന്നും പോകില്ല എന്നായിരുന്നു അവരുടെ ധാരണ. അള്ളാഹു അതിനെ വിമർശിക്കുന്നുണ്ട്. സൂറത്തു ശുഅറ 128, 129 ആയത്തുകൾ നോക്കുക. തുടങ്ങുന്ന ആ ഭാഗങ്ങൾ. ആദ്യ സമൂഹം നബിമാരെ കളവാക്കി. ഒരു നബിയെ കളവാക്കിയാൽ എല്ലാ നബിയെയും കളവാക്കിയമായിരുന്നു കേട്ടോ. ഒരൊറ്റ ആയത്തിനെ നിഷേധിച്ചാൽ എല്ലാ ആയത്തിനെയും നിഷേധിച്ച പോലെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബുദ്ധി കൊണ്ടൊരിക്കലും ആയത്തുകളെ അളക്കാതിരിക്കാൻ ശ്രമിക്കാം. നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്. ഇവിടെ അവരെന്താ ചെയ്തിരുന്നത്? അവരോട് ഹൂദ് അലൈഹിസ്സലാം ചോദിക്കുന്നത്, കളിക്കാൻ വേണ്ടി, കളിത്തമാശയ്ക്ക് വേണ്ടി, അഹങ്കാരത്തിന് വേണ്ടി നിങ്ങൾ ടവറുകൾ ഉണ്ടാക്കുകയാണോ? ഗോപുരങ്ങൾ ഉണ്ടാക്കുകയാണോ? എല്ലാ കുന്നിന്റെ മുകളിലും, കുന്നിൻ മുകളിൽ ഉയർന്ന വീടുകൾ ഉണ്ടാക്കി ആ വലുപ്പത്തരത്തിന്റെ ചാരുകസേരയിൽ ചാരിയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. മരിക്കൂല എന്നുള്ള നിലക്ക് നിങ്ങൾ സൗഖ്യങ്ങൾ ഉണ്ടാക്കുകയാണോ എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ആ ഹൂദ് അലൈഹിസ്സലാമിന്റെ ചോദ്യമാണ്. അതുകൊണ്ട് ഈ രംഗത്തൊക്കെ നമുക്ക് വലിയ മാറ്റങ്ങൾ ആവശ്യമാണ്. മത്സരം വേണ്ട. ഉള്ള പണം മുഴുവൻ അതിനു വേണ്ടി ചെലവഴിച്ച് പിന്നീട് സാമ്പത്തികമായ ദാരിദ്ര്യം വന്ന് ആളുകളോട് യാചിക്കുന്ന അവസ്ഥ, അതിനേക്കാളേറെ അപകടകരമായൊരു കാര്യം ഹലാലായ പണം കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കേടുവന്ന, അപക്വമായ, അപൂർണമായ, തികയാത്ത, മോശമായ മരമോ കല്ലോ സിമന്റോ കട്ടയോ ആണ്ടോ കട്ടയോ അതൊക്കെ ഉപയോഗിച്ച് വീടുണ്ടാക്കരുത് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ സ്ത്രീധനമോ പലിശയോ കൈക്കൂലിയോ വീട്ടിന്റെ ഒരു ഭാഗത്തും ഉണ്ടാകരുത്. സ്ത്രീധനമോ പലിശയോ കൈക്കൂലിയോ വീടിന്റെ ഒരു ഭാഗത്തും ഉണ്ടാകരുത്. ഹലാലായ പണമാകണം. പലിശ 70-ലധികം പണമാകാം. അതിലേതെങ്കിലും ഒരംശം, ഏറ്റവും ചെറുത് സ്വന്തം ഉമ്മയെ വിഭജിക്കുന്നതിന് തുല്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോൺ എടുക്കരുത്, പലിശയുള്ള ലോൺ എടുക്കരുത്. അതാരും വാങ്ങിക്കൊടുക്കുകയും ചെയ്യരുത്, ചൂണ്ടിക്കാണിക്കുകയും ചെയ്യരുത്. എഞ്ചിനീയർ ആയാലും, കോൺട്രാക്ടർ ആയാലും, അയൽവാസിയായാലും, ബന്ധുവായാലും, ആരായാലും ശരി. അതുകൊണ്ട് നമുക്ക് നല്ല വീട്, ഹലാലായ വീടുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം നമുക്ക് ലഭിക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ വീടുകളും അതുമായി ബന്ധപ്പെട്ട കഥകളുമാണ് രണ്ടാമത്തെ ഭാഗം. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന് എന്താ പേര്? സൂറത്തുൽ ഹുജറാത്ത്. കേട്ടില്ലേ? ഹുജറത്ത് എന്താണ്? റൂം. ഒരു റൂം. ആ റൂമിന്റെ തൊട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലം. വിരുന്നുകാർ വന്നാൽ ഒരു വിരിപ്പ്. പിന്നെ ആ വീടിന് ചുമരായി.
ചുമര് ഈത്തപ്പനയോല കൊണ്ട്. അതിന്റെ പുറത്ത് ഈത്തപ്പനകൾ കൊണ്ടുള്ളൊരു മതില്, അതിന്റെ ഉള്ളിലൂടെയാണ് നബിയും ഭാര്യയും ഒക്കെ ഓടി ഓട്ടമത്സരം നടത്തിയത്. നടുറോട്ടിലൊന്നുമല്ല കേട്ടാ. ഒരു യാത്ര പോകുമ്പോഴും ആളുകളെ മുന്നിലേക്ക് പറഞ്ഞയച്ചൊരു വിശ്വാസം ഒരു ഓട്ടം നടത്തിയിട്ടുണ്ട്. സാധാരണ ഇവിടെയാണ്, ഈ മതിലിന്റെ ഉള്ളിൽ, ഈത്തപ്പനയോല കൊണ്ടുള്ള മതിലിന്റെ ഉള്ളിൽ റൂം ഹുജറാത്ത്, ഒരൊറ്റ മുറി അല്ലെങ്കിൽ ആ 2 റൂമാണ് കഴിഞ്ഞു. ലളിതസുന്ദരമായ മധുരമനോഹരമായ റൂമുകൾ. അതുപോലെ എല്ലാവർക്കും ചെയ്യണമെന്ന നിയമമല്ല, പക്ഷെ ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് ലോകത്തേക്ക് പ്രകാശം പരന്നത്, അവിടെ നിന്നാണ് മാതൃകകൾ വന്നത്, അവിടെ നിന്നാണ് നിയമങ്ങൾ നിർദ്ദേശങ്ങൾ വന്നത്, അവിടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വന്നത്. അപ്പോ നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെടുകയൊന്നും വേണ്ട. നല്ല നിലക്ക് വളരെയേറെ മനസ്സ് നന്നാക്കിക്കൊണ്ട് നമ്മൾ വീടുകൾ ഉണ്ടാക്കണം. വീടുകളില്ലാത്തതിന്റെ പേരിൽ വിഷമിച്ച് എല്ലാവർക്കും വീട്, എനിക്ക് മാത്രം വീടില്ല എന്നിങ്ങനെയൊന്നും പറയാൻ നമ്മൾ നിൽക്കേണ്ടതില്ല. കാരണം ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീട്ടിലേക്ക് പോകാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖത്തമിൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെയുള്ള വീട്, ഇവിടുത്തെ നമ്മുടെ വീട് നാളത്തെ നമ്മുടെ വീടിന് താങ്ങാകണം. നാളെ സ്വർഗം കിട്ടാനുള്ള, സ്വർഗീയ ആരാമത്തിൽ പോകാനുള്ള കാരണമാകണം ഇത്. അതുകൊണ്ട് വീട്ടിൽ ഇസ്ലാം മതം A to Z ഉണ്ടാകണം, തുടക്കം മുതൽ ഒടുക്കം വരെ. വീട്ടിൽ കയറി ചെല്ലുന്നത് മുതൽ അവിടെ നിറങ്ങി വരുന്നത് വരെയുള്ള എല്ലാ നിയമങ്ങളും, ദിക്റുകളും ദുആകളും ആരാധനകളും അനുഷ്ഠാനങ്ങളും സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും എല്ലാം, നന്മ കൽപ്പിക്കൽ തിന്മ തടയൽ എല്ലാം, സമയത്ത് മക്കളെ ഉണർത്തുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നതും, ഇസ്ലാമിന്റെ വേഷം, അന്യരും സ്വന്തക്കാരിൽ തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസത്തിൽ പാലിക്കേണ്ട മര്യാദകൾ എല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് പരലോക വീടുണ്ടല്ലോ, പരലോക വീടുണ്ടല്ലോ, അതാണ് ജീവിതം. അവർക്കറിയുമായിരുന്നെങ്കിൽ അൻകബൂത്ത് 64-ാമത്തെ ആയത്തിൽ അതാണ് ജീവിതം എന്നാണ് പറഞ്ഞത്. ജീവിക്കണ്ടേ എന്ന് നമ്മൾ പറയും, ജീവിക്കണം, അത് ജീവിച്ചോളൂ. മരിക്കണ്ടേ എന്ന് പറയൂ, മരണവും സംഭവിക്കും. മരിച്ചു പോണ്ടേ എന്ന് പറയൂ, അതാണ് നമ്മുടെ യാത്ര. അതിനാണ് ഇവിടെ നമുക്ക് ജീവിതം തന്നത്. അതിനാണ് ഇവിടെ ജീവിതം തന്നത്. അത് നമ്മൾ വീടിന് വേണ്ടിയല്ല ജീവിക്കേണ്ടത്, ജോലിക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത്, കളിക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത്, പരലോകത്തിന് വേണ്ടിയാണ്. അത് കിട്ടാനുള്ള ഒരു കൃഷിയിടമാണ് ഇവിടെ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനാൽ ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുകയാണ്, സമാധാനത്തിന്റെ വീട്ടിലേക്ക്. അതുകൊണ്ട് അവിടെയുള്ള വീട് കിട്ടാൻ ഇവിടെയുള്ള വീട് നമുക്ക് തടസ്സമാകരുത് എന്ന് മാത്രം. ഇനി ഇപ്പോ നമ്മുടെ വീട്, ആ വീട്ടിൽ പലിശയുണ്ടെങ്കിൽ, ആ വീട്ടിൽ കൈക്കൂലി ഉണ്ടെങ്കിൽ, ആ വീട്ടിൽ സ്ത്രീധനമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒഴിവാകണം. എപ്പോഴുവാകണം? ഇപ്പൊ ഒഴിവാകണം. മനസ്സുകൊണ്ട് തീരുമാനിക്കുക, റബ്ബേ, പലിശയോ സ്ത്രീധനമോ കൈക്കൂലിയോ ഒന്നുമില്ലാത്ത വീടാകണം. തീരുമാനമെടുക്കുക. അതിന്റെ ബന്ധപ്പെട്ട സ്കോളേഴ്സുമായി, പണ്ഡിതന്മാരുമായും വിദഗ്ധരുമായും ആലോചിക്കുക. ഈ പലിശയിൽ നിന്ന്, സ്ത്രീധനത്തിൽ നിന്ന്, കൈക്കൂലിയിൽ നിന്ന് ഈ വീടിനെ എങ്ങനെ ഒഴിവാക്കാം, വാഹനത്തെ എങ്ങനെ ഒഴിവാക്കാം, തീരുമാനമെടുക്കണം, നടപ്പാക്കണം. അല്ലാഹു അനുഗ്രഹിക്കണം. ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ കയറുന്നത്, അല്ലേ? അതെ. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, അല്ലേ?
അത് വണ്ടി കയറുന്ന ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അത് അള്ളാഹുവിന്റെ തിരുനാമത്തിലെ വാഹനമാകണം, അള്ളാഹുവിന്റെ തിരുനാമം അനുസരിച്ചുള്ള വീടാകണം. ബിസ്മില്ല എന്ന് പറഞ്ഞ് കള്ളുകുടിക്കാൻ കഴിയോ? ഇല്ല. അതുകൊണ്ട് ബിസ്മില്ലാഹി എന്ന് പറയാൻ സാധിക്കുന്ന വിധമാകണം നമ്മുടെ എല്ലാ കാര്യങ്ങളും. കട്ടെടുത്തൊരു വസ്ത്രം ബിസ്മില്ല എന്ന് പറഞ്ഞ് അണിയാൻ കഴിയോ? ഇല്ല. പലിശയുള്ളൊരു വാഹനത്തിൽ ബിസ്മില്ല എന്ന് പറഞ്ഞ് കയറാൻ നമുക്ക് കഴിയോ? ഇല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് മനസ്സുകൊണ്ട് തീരുമാനമെടുക്കണം, നമുക്കും നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും, ഈ മഹലിലെ എല്ലാവർക്കും നല്ല വീടാകണം, അനവദനീയമായ വീടാകണം. അടുത്ത വിഷയം, വീടില്ലാത്തവർക്കെല്ലാം വീട് കൊടുക്കണം. വീടില്ലാത്തവർക്കെല്ലാം വീട് വേണം. സൂറത്തുൽ ഹശ്ർ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, 9-ാമത്തെ ആയത്ത്, വലൈന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്രിഹിം. വരുന്നുണ്ടോ? വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്രിഹിം, വീടും ഈമാനും നേരത്തെ ഒരുക്കി വെച്ചവർ, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരുടെ അടുക്കലേക്ക് ഒളിച്ചോടി ചെന്നവരെ അവർ ഇഷ്ടപ്പെടുന്നു. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, സ്വയം അത്യാവശ്യവും പട്ടിണിയും ഉണ്ടായിട്ടും മറ്റുള്ളവർക്ക് മുൻഗണന കൊടുക്കുന്നു. അല്ലാഹു അക്ബർ. മക്കയിൽ നിന്ന് ഒട്ടിയ വയറുമായി, കുഴിഞ്ഞ കണ്ണുമായി, വനയിടുന്ന വാളുമായി, തേഞ്ഞ ചെരുപ്പുമായി ശത്രുക്കളുടെ മുഴുവൻ എതിർപ്പ് നേരിട്ടുകൊണ്ട് ഒളിച്ചോടി മദീനത്തേക്ക് വന്ന അഭയാർത്ഥികളെ രണ്ടു കൈയും വീട്ടി സ്വീകരിച്ച ആ അൻസാറിന്റെ മനസ്സിനെയാണ് അള്ളാഹുവിടെ പറയും. വീടൊരുക്കി വെച്ചു. രണ്ടു വീടുള്ളവർ ഒരു വീട് കൊടുത്തു, മാളികയുള്ളവർ മാളിക കൊടുത്തു, 2 റൂമുള്ളവർ 1 റൂം കൊടുത്തു. അങ്ങനെ പലരും കഥ നിങ്ങൾക്കറിയാം, ചരിത്രം, കഥയല്ല ചരിത്രം. അപ്പോ പൊടി പിടിച്ച് കിടക്കുന്ന ഫർണിച്ചർ, പൊടി പിടിച്ച് കിടക്കുന്ന റൂമുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ച നല്ലത്. ആദ്യം പറഞ്ഞ എന്താണ്? 4-ാമത്തെ റൂം, 4-ാമത്തെ വിരിപ്പ് ചെകുത്താനുള്ളതാണ്. വീട് പണി നടത്തുന്ന കർട്ടന്റെയും എഞ്ചിനീയറിംഗിന്റെയും കാർപ്പറ്റിന്റെയും സിമന്റിന്റെയും മറ്റെല്ലാ ആൾക്കാരും ഈ സദസ്സിൽ ഉണ്ടാകും. അവർ വീട് വലുതാക്കാൻ ഒരിക്കലും പ്രേരണ കൊടുക്കണ്ട. ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ വലിയ വീടുണ്ടാക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് പറഞ്ഞു കൊടുക്കണ്ട. നമുക്ക് ആ കുറ്റം തരേണ്ട ആവശ്യമില്ല. 2, നമ്മൾ പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും വീടില്ലാത്തുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലം കൊടുക്കണം. അല്പം സ്ഥലം കൊടുത്താൽ ഒരു കൊച്ചു വീടുണ്ടാക്കാം. ഇനി കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ വീടുകൾക്ക് സ്ഥലമില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി ഒരു വാചകം. മുന്നിൽ പൂന്തോട്ടമുണ്ടെങ്കിൽ ആ പൂന്തോട്ടം പറിച്ചെറിഞ്ഞ് മനുഷ്യരുടെ ഒരു പൂന്തോട്ടം കെട്ടിപ്പിടിപ്പിക്കാം. പാവപ്പെട്ട ഒരു മനുഷ്യന്റെ കുട്ടിയായി ആ നമ്മുടെ തിരുമുറ്റത്ത് ഒരു കൊച്ചു വീട്ടിൽ പാറിക്കളിത്തിൽ എത്തിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണം. നമ്മുടെ പാരമ്പര്യം അതാണ്. മക്കയിൽ നിന്ന് മദീനയിൽ വന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് മുഴുവൻ മദീനക്കാർ വീട് കൊടുത്തത് കോട്ടേജ് ഉണ്ടാക്കിയിട്ടോ അഭയാർത്ഥി ക്യാമ്പ് ഉണ്ടാക്കിയിട്ടോ എല്ലാം സ്വന്തം വീട്ടിലേക്ക് അങ്ങനെ ആർക്കാണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യണം. വീട് വെക്കാൻ സ്ഥലം കൊടുക്കണം, അതിനാവശ്യമായ വസ്തുക്കൾ കൊടുക്കണം, മരം കൊടുക്കണം എന്ന് ഇതൊക്കെ നമ്മൾ തീരുമാനമെടുക്കുക, നടപ്പാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലേക്ക് ഒരു പാൽക്കാച്ചൽ വന്നിരിക്കുകയാണ്. കുറെ കാലമായി അങ്ങനെ പല നാടുകളിലും നമുക്ക് കാണാൻ കഴിയും. നമുക്കങ്ങനെ പാലുകാച്ചൽ വേണ്ടതില്ല. ചില ആളുകൾ സുബഹിനെ വീട്ടിലേക്ക് ക്ഷണിക്കും. അള്ളാഹു മസ്ജിദിലേക്ക് സുബഹിക്ക് ക്ഷണിക്കുന്നു. എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിക്കുമ്പോ ഇഷാദ് പറയാ, അങ്ങോട്ട് പോരല്ലേ, നാളെ എന്റെ വീട്ടിലേക്ക് വരണം. അതെന്ത് മതമാണ് മക്കളെ? അതെന്ത് സുബഹിയാണ്? നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ആ ഇരുട്ടത്ത് പോകാറുണ്ടോ? ഇല്ല. നേരം വെച്ചിട്ട് പോയിക്കോളി. വീട് കുടിയിരിക്കലിന് സമയം നിശ്ചയിക്കണോ?
വേണ്ട ഉസ്താദെ, എപ്പോഴാ വീട് കൂടാൻ ഏറ്റവും നല്ല സമയം എന്ന് ചോദിക്കുന്നു. അപ്പൊ വല്ല മോശ സമയമുണ്ടോ ഇസ്ലാമിൽ? ഇസ്ലാമിൽ മോശ സമയമില്ല. അതുകൊണ്ട് സുബഹിന് മസ്ജിദിലേക്ക് വരും. വീട്ടിലേക്ക് താമസിക്കേണ്ടത് എപ്പോഴാ? വീട് പണി കഴിഞ്ഞാൽ അപ്പോ, ഇപ്പൊ കഴിഞ്ഞാൽ ഇപ്പൊ പോയിക്കോൾ, നാളെ കഴിഞ്ഞാൽ നാളെ പോയിക്കോൾ, ബൈക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 വീടുണ്ടാക്കി. നമുക്ക് ഒരു വീടല്ലേ ഉള്ളൂ, അല്ലെ? അല്ലെങ്കിൽ 2 വീട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 11 ഭാര്യമാർ, ഒരേ സമയത്ത് 9 ഭാര്യമാർ, 9 വീടുണ്ടാക്കി. താമസിച്ചത് ആരെങ്കിലും അറിഞ്ഞു? ഇല്ല. ബന്ധുക്കളതാ, മക്കളതാ, മരുമക്കള്, വേറെ മക്കള്, കൂട്ടുകുടുംബാംഗങ്ങൾ, അംബാസഡർമാര്, ഗവർണർമാർ ഒക്കെ ഉണ്ട്. പക്ഷേ താമസിച്ചു. അത്രയേ ആവശ്യമുള്ളൂ. അപ്പൊ അതിന് പാല് കാച്ചൽ എന്നൊരു ചടങ്ങ് ആവശ്യമില്ല. ആദ്യം എന്താ കൊടുക്കേണ്ടത്? അത് നമ്മളെ വീട്ടിൽ ആര് എപ്പോഴാ വരുന്നത്, ഏത് സമയത്ത്, അപ്പൊ അതിനാവശ്യമായ ഭക്ഷണം കൊടുക്കണം, അല്ലെ? ആരെയും വിളിക്കേണ്ട പ്രശ്നം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും വിളിച്ചിട്ടില്ല. വിളിക്കണം എന്ന് നമ്മൾ സാധ്യം വിളിക്കേണ്ടതില്ല. സൗഹൃദത്തിന്റെ സൽക്കാരങ്ങളാകാം. ഒരു മതപരമായ ക്ലാസ് കൂടി വെക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് വന്ന ആളുകൾക്ക് അത് മുതലാണ്. ഏതായാലും കുടിയിരിക്കൽ എന്നൊരു ആഘോഷം, ആചാരം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിയിരിക്കൽ എന്നൊരു ആചാരം നടത്തിയിട്ടില്ല. സ്നേഹപ്രകടനങ്ങൾക്കൊന്നും ഒരു കുറവും ലഭിക്കില്ലട്ടോ, സഹാബത്തിനുമില്ല. പക്ഷേ അതിനേക്കാളൊരു ഗൗരവതരമാണ് പാലുകാച്ചൽ പോലെയുള്ള അനാചാരം. കട്ടിലവക്കൽ കർമ്മം എന്നൊരു പരിപാടി ആവശ്യമില്ല. പണിയൊക്കെ തുടങ്ങാൻ കുഴപ്പമൊന്നുമില്ല. അത് ഉമ്മാനെ കൊണ്ട് തുടങ്ങുന്നതിനോ ബാപ്പാനെ കൊണ്ട് തുടങ്ങുന്നതിനോ ഒന്നും കുഴപ്പമില്ല. കട ഉദ്ഘാടനങ്ങൾ ആളുകൾ അറിയുന്ന വിധത്തിൽ ആരെക്കൊണ്ടെങ്കിലും ജയിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് ഇന്നാളുടെ കയ്യിന് ബർക്കത്തുണ്ടെന്ന് വിചാരിച്ച നമ്മൾ അള്ളാഹുവിനിലേക്ക് ഒരു കുറച്ചിൽ കാണുന്നു എന്നർത്ഥം. ആരുടെയെങ്കിലും കയ്യിന് ബർക്കത്തുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചാൽ അത് ശരിയല്ല. അപ്പോ വീടുണ്ടാക്കാൻ, വീട് താമസിക്കാൻ ഒരു പ്രത്യേക സമയമോ ദിവസമോ ഒന്നും ഇല്ല. പലകച്ചരോ അതുപോലുള്ള ഒരു അനാചാരവും നമുക്കില്ല. നമ്മൾ താമസിക്കുക, ആൾക്കാർ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് അവർ വന്നോട്ടെ. അവർക്ക് ഓരോ സമയത്ത് ആവശ്യമായ ഭക്ഷണം, സാധാരണ വീട്ടിലേക്ക് ആൾക്കാരെ ക്ഷണിക്കൂലേ, അതൊരു ചടങ്ങ് ഇതിനാവശ്യമില്ല. പിന്നെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അധികം ആളുകൾ വീടുണ്ടാക്കുന്നത് നമുക്കറിയാം, അല്ലേ? ആ വീടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊക്കെ സഹായങ്ങൾ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ചെയ്യാം. അതും ചടങ്ങാകണ്ട. ഒരാൾ വീടിൽ താമസിക്കുന്നു, അവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് നികത്താം. കടം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നികത്താം. ഫർണിച്ചറിന്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് നികത്താം. അതൊക്കെ സഹായമാവും, ചടങ്ങല്ല. ആ സഹായമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി വെക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല, സഹായിക്കാം. അതിനാൽ നമ്മുടെ ഈ രാജ്യത്ത്, നമ്മുടെ ഈ പ്രദേശത്ത്, നമ്മുടെ ഈ മഹല്ലിൽ അനാചാരങ്ങളൊന്നും ഇല്ലാത്ത വീടുകളാകണം. ഹറാമായ സംവിധാനങ്ങളൊന്നുമില്ലാത്ത ചെലവിനങ്ങളാകണം, വരവിനങ്ങളാകണം. അതിനുശേഷമുള്ള മരണം വരെയുള്ള ജീവിതവും നല്ല രീതിയിലാകണം എന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുക, തീരുമാനങ്ങൾ എടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അനുഗ്രഹം അരുളുമാറാകട്ടെ. അല്ലാഹുവേ, ഹലാലായ മാർഗത്തിൽ വീടും വാഹനവും വസ്ത്രവും ഭക്ഷണവും അനുഭവിക്കാനും ആസ്വദിക്കാനും അനുഗ്രഹിക്കാൻ. വീട് അല്ലാഹുവേ നിന്റെ ദീനിന്റെ വിളയാട്ട കേന്ദ്രമായി മാറ്റമേറട്ടെ. ഹറാമുകളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ രക്ഷിക്കണം. പലിശയും സ്ത്രീധനവും കൈകൂലിയില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണേറട്ടെ. രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്നവർക്ക് അല്ലാഹുവേ ശിഫ നൽകണം. മരിച്ചുപോയ വിശ്വാസികൾക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണം. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. اللهم صل على محمد وعلى